ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം ഗൈസ് വിശേഷങ്ങൾ? സാളെല്ലാം ഇങ്ങനെ കാറ്റത്ത് പാറി പറിത്ത് എവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നസ്ര കോളേജിലാണ്. ആർട്സ് ഡേൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നടക്കുന്നത്. ഓൺ സ്റ്റേജ് സെക്കൻഡ് ഡേ ആണ് ഗൈസ്. അപ്പം നല്ല തിമുർത്ത് നാടൻ പാട്ടാണ് ഇപ്പം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നൊരു വല്ലാത്തൊരു മെല്ലിക്കെട്ടിയൊരു ദിവസമായിരുന്നു. മെല്ലിക്കെട്ടിയ ദിവസം തന്നെ സാരി ഉടുത്ത ദിവസമായിരുന്നു ഗോയ്സ്. അപ്പം നമ്മുടെ അദീപ് സാറ് നമ്മളുടെ കൂടെ വൈബിനൊത്തൊരു സാറാണെന്ന് തന്നെ പറയാം. സാറ് നമ്മളെല്ലാം വയലറ്റ് സാരി ഉടുത്തപ്പോൾ വയലറ്റ് ഷർട്ട് ഇട്ട് വന്ന ഏക പുരുഷൻ നസ്ര കോളേജിലെ പുരുഷൻ നമ്മുടെ അദീപ് സാറാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരു മാസം മുന്നേ തന്നെ സാരിക്ക് ഓർഡർ കൊടുത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങളുടെ സാരി വന്നു. വലിയ കഥയിലോട്ടാൽ നല്ല വൈബാകാൻ ലുക്കാവാൻ സെറ്റാവാന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോൾ ഗോയ്സ് സാരി എടുത്തപ്പോൾ ഒരു തള്ളയായിപ്പോയി ഞാൻ. ഒന്നാമത് സാരി എടുക്കാനൊന്നും അറിയില്ല. പിന്നെ വലിച്ച് വാരിക്കെട്ടി വന്നു. പിന്നെ കോളേജിലെത്തിയപ്പം നമ്മുടെ അഫ്സാന മിസ്സൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ. പല്ലുമൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ എന്താണ് കുന്തരാണ്ടത്തിന് പറയാം, അതൊക്കെ അങ്ങോട്ട് ശരിയാക്കി തന്നു. എന്നാലും അങ്ങോട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ശരിയായിട്ടും ഇല്ല എന്ന് പറയാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സാരി എടുത്ത് വന്നതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കൊക്കെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ത്വര കൂടുതലാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റേജിലെ ലുക്സൊക്കെ. ഇപ്പം നമ്മളെ കോൽക്കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോട്ടക്കൽ ആ ഭാഗത്തല്ലേ ഗൈസ് കോൽക്കളിയുടെ ഒരു ഉപജ്ഞാനം അല്ലേ, ഉപജ്ഞാനം എന്ന് പറയുമോ, ഉപജ്ഞാതാവ് എന്ന് പറയോ, ഉപജ്ഞാനം എന്ന് പറയോ, എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ പിറവി കോട്ടക്കൽ ആ ഭാഗത്ത് എവിടേക്കാണെന്ന് തോന്നുന്നു. പണ്ട് ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു കേട്ടതാണ് കോട്ടക്കൽ എന്തോ കോൽക്കളിക്ക് ഭയങ്കര സംഭവമാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കോൽക്കളി ദർശിച്ച് അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മുടെ ഇതാണ് തിരുവാതിരക്കളിയാണ് സ്റ്റേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമാസുതം ശോകവിനാശകാരണം പരമേനിക്കു തരികാ ദേവകീ സുത വരുവ. നമ്മുടെ സാബിറ മിസ് കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബിരിയാണി വേണമെന്ന്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളൊക്കെ സമ്മതിച്ചിന്ന് ബിരിയാണിയുള്ള ദിവസമായത് കൊണ്ട് ഇന്ന് അൺയൂഷ്വലി നമ്മുടെ ചായ ആൻഡ് പഴംപൊരിക്ക് പകരം നമുക്കിന്ന് കിട്ടിയത് ലൈമായിരുന്നു. ലൈമ് കുടിച്ച് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ബിരിയാണി കിട്ടുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ലൈമ് കുടിച്ച് വന്നപ്പോഴും ഇപ്പോഴും അരങ്ങത്ത് നടക്കുന്നത് നമ്മുടെ തിരുവാതിരക്കളി തന്നെയാണ്. കൈതവ ഗോപാലക ഞാൻ ചെയ്തൊരു ദൂരീക ശാന്തി കൈതവ. എന്ത് ഗൈസ്, തിരുവാതിരക്കളിയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് അണ്ണാക്കായി ഇരുന്നു പോയി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ കളിച്ചിട്ടില്ല. തിരുവാതിര, മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോക്കി നിന്ന് പോകും. ദുനിയാവി സുഖം തിങ്കളകം പകമേ സകലം വക തൂകി സുഖം മകം സുരലോകം ഇബ്നാസീസ് അവർ ബശരാ തങ്കത്താനം മലങ്കൃതമതിലതി തരമേ ഒന്നും പിതൃബഹുമതി സുഗന്ധമി തരമേ ചുങ്കിൽ കടർ മധുരപ്പത്തിൻ പകർ നല്ല നിലമേ തങ്കമധുരസമാൽ തങ്കമധുരസമാൽ തങ്കമധുരസമുദിയാ പദവികൾ കസുരാ തങ്കമധുരസമാ ഞാൻ കൊള്ളാക്കുന്നില്ല. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ടാണ്. എനിക്ക് കഴിഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അതിലെ മെയിൻ പാടുന്ന പല്ലവി പാടുന്ന പെൺകുട്ടീൻ്റെ റബ്ബേ പറഞ്ഞൂടെ ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് കേട്ടോ കുട്ടിയുടെ. ബാക്കിയുള്ളവരും പാടുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അവളുടെ പാട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര 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 ഒരു വൈബുള്ളൊരു പാട്ട്, ഭയങ്കര നല്ലൊരു സൗണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ജഡ്ജ്മെൻറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുത്തിയിരിക്കുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് എന്തിനാന്നറിയാം, മാപ്പിളപ്പാട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഞാനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ് ഗൈസ്. നസ്ര കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് കോളേജിൻ്റെ വക കിട്ടുന്ന ബിരിയാണിയാണിത്. ചിക്കൻ ബിരിയാണിയാണ് സംഭവം. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ച് പാടുപെട്ട്. ഫുഡ് വേസ്റ്റാക്കി കളയാൻ പാടില്ല എന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിവിടെ പുറത്തെത്തിയപ്പോൾ ഇവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ടീമുണ്ട്, അബ്രോഡ് സ്റ്റഡീസിൻ്റെ എന്തോ ഒരു സംഭവമാണ് തോന്നുന്നു. പിന്നെ ഒരു ചെറിയ കശപിശ. ഈ കശപിശ എന്തിനാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും തമ്മിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു കശപിശയായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതിൽ വ്ളോഗിൽ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കോളേജിലെ രസങ്ങളാണ്. കുറച്ചൊക്കെ അടിപിടി, കുറച്ചൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ രസങ്ങളൊക്കെ വേണം. ഇതെന്താണെന്ന് വെച്ചാലേ ബുള്ളറ്റ് ഡ്രൂൺ 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 എന്ന് പറഞ്ഞ് റേസ് ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി നോക്കി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കോളേജിൽ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മിലുള്ള ഒരു ചെറിയ കശപിശയായിരുന്നു. ഇതാണ് ഗായ്സ് ഞങ്ങളുടെ സാരി, കണ്ടിട്ടോ? അതിന്റെ കൂടെ സുന്ദരി ശക്രാമേ. അപ്പോൾ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയേഴ്സ് ബുള്ളറ്റ് ഓടിച്ചു എന്നോ ബൈക്ക് ഓടിച്ചു എന്നോ അങ്ങനെ എന്തോ, അത് തേർഡ് ഇയേഴ്സിൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊരൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇപ്പം ഞാനും അതുപോലെ തന്നെ നമ്മുടെ സുന്ദരിയായ സുജാ മിസ്സും കൂടെ കോളേജിൽ ഒരു ഫാഷൻ പരേഡ് നടത്തുകയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സംഭവം അതല്ല, സ്ലോ മോഷനിൽ കുട്ടികളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ സാരിയൊക്കെ എടുത്ത് വന്നതല്ലേ, ആണ്ടിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു പൈതൃകമായത് കൊണ്ട് തന്നെ അതങ്ങോട്ട് നമ്മൾക്കൊരു മെമ്മറി ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ വീണ്ടും നമ്മൾ സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മുടെ സലീൽ സാറാണ് ഇപ്പോൾ പാട്ടുപാടി നമ്മുടെ ഓഡിയൻസിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത്. സലീൽ സാർ എപ്പോൾ പ്രോഗ്രാം ഉണ്ടെങ്കിലും പാടും കേട്ടോ. സാർക്ക് പാടാനുള്ളൊരു കഴിവ് പഠിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി ആരും ചിരിക്കരുത് ഗൈസ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ സാരി ഇട്ട് ഒരു റീല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റീലൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഡാൻസ് കളിക്കാനും അറിയില്ല, പിന്നെ റീല് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ചുമ്മാ അങ്ങനെ എന്തൊക്കെയോ നോക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റീല് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റീലിന് വേണ്ടിയിട്ടുള്ള എന്തോരം സംഭവം. അപ്പം ഞാൻ ആദ്യം തന്നെ ബാക്കിൽ പോയി ഒളിച്ച് നിൽക്കുകയാണ്, എന്നെ ആരും കാണരുതേ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ച് ഞാൻ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കഥ. എൻ്റെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു, എൻ്റെ അമ്മേ. പിന്നെ വേറെയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റേജിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ നമ്മുടെ വട്ടപ്പാട്ടാണ്, വട്ടപ്പാട്ടല്ല, ദഫ്മുട്ടാണ് ഇപ്പോൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. ദഫ്മുട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും കേരളത്തിൻ്റെ തനതായ ഒരു തനിമയാണല്ലോ ദഫ്മുട്ട് എന്ന് പറയുന്നത്. സംഭവം നല്ല രസമുള്ള ഒരു ദഫ്മുട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഗൈസ് എന്നെ എല്ലാവരും കൂടെ മോട്ടറാക്കി സ്റ്റേജിൽ കയറ്റി മോട്ടറാക്കി എന്ന് പറഞ്ഞാൽ എന്നെ 2 പ്രാവശ്യം പാട്ട് പാടാൻ വേണ്ടി അനൗൺസ് ചെയ്ത്. അങ്ങനെ പിന്നെ അവസാനം പോകുകയല്ല, അത് നിവൃത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ കയറി. വരുന്നത് വരട്ടെ, മാനം കെടുകയാണെങ്കിൽ അങ്ങോട്ട് കെടാന്ന് വിചാരിച്ച് കയറിയതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ലിറിക്സിൻ്റെ കൂടെ പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ ഏതോ ഒരു പാട്ട് ഞാൻ മുന്നേ ഏതൊരു പ്രോഗ്രാമിന് പാടിയതുകൊണ്ട് ഇതിൻ്റെ ലിറിക്സും ഇതിൻ്റെ ഇതൊക്കെ എന്തൊക്കെയോ കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് ആ പാട്ട് എന്നെ എടുത്തങ്ങോട്ട് പാടി. പക്ഷേ നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അത് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. എത്ര കോളമാക്കി പാട്ട് പാടിയാലും എത്ര കോളമാക്കി ഡാൻസ് കളിച്ചാലും കുട്ടികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് തരും അല്ലേ. അത് ഒരു ടീച്ചർ ജോലിയുടെ ഒരു മഹത്വമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ പാട്ട് നന്നാകാനുള്ളൊരു വേറൊരു റീസണായിട്ട് എനിക്ക് തോന്നിയത് മൈക്ക് ക്വാളിറ്റി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മ്യൂസിക് നന്നായിട്ട് അങ്ങോട്ട് കൂടുമ്പോൾ എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊക്കെ കേൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുഖമാണ്. വരി തെറ്റിച്ചാലും അതുപോലെ തന്നെ എന്താ പറയുക, എന്തൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, ആരും അറിയാൻ പോകുന്നില്ല. കാരണം മ്യൂസിക്കിൻ്റെ മഹാമാരിയുടെ ഇടയിൽ നമ്മുടെ ശബ്ദമൊക്കെ അങ്ങോട്ട് ചെറുതായി പോകും ഗൈസ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുജാ മിസ്സ് കുറേ അവാർഡ് ദാനങ്ങളായിരുന്നു കേട്ടോ. അവാർഡ് കൊടുക്കുകയാണ്. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മറന്നുപോയി. മ്യൂസിക് ക്ലബിൻ്റെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എന്തിനോ വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയതാണ്. അതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ടാണ് മറന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മാത്രമല്ല ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം വന്ന് പണ്ടാരടങ്ങി കുമ്പളങ്ങ ആയിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം ഞാൻ മറന്നുപോയത്. പിന്നെ അടുത്തത് നമ്മുടെ അരങ്ങത്ത് നടക്കുന്നത് നാടകമായിരുന്നു.
2 നാടകമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഫസ്റ്റത്തെ നാടകം. അല്ല, ഇവിടെ എന്തോ വെളിപ്പാടുണ്ടാകാൻ പോകുന്നുണ്ടെന്ന് കേട്ടോ. ഈ വെളിച്ചപ്പാട് അറിയാതെ ആരാ വെളിപ്പാട് നടത്തുന്നത്? വെളിപ്പാടിന് അധികാരം വെളിച്ചപ്പാടാണ്. എന്താ നാടകമോ? എവിടെ? അങ്ങനെ നമുക്കൊന്ന് കണ്ടു നോക്കാല്ലേ നാടകം? പോയാൽ മതി. പിന്നിലുള്ളവരും ഞങ്ങളും നിങ്ങളും മരിക്കും. നാടകം കാലകാലക്കേട്. ഇത് നമ്മുടെ 2ാമത്തെ നാടകം ആണ് കേട്ടോ. കാലകാലക്കേട് എന്നാണ് ഈ നാടകത്തിൻ്റെ പേര്. ഇത് കുട്ടികൾ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അഭിനയിച്ചു. അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന അൽത്താഫ ബ്ലാക്ക്. അവൻ 6th ഇംഗ്ലീഷിലെ പയ്യനാണ് കേട്ടോ. അടിപൊളിയായി. കഥാനായകൻ വിഷമത്തിലാവുമ്പോൾ കഥയിൽ ഒരു വില്ലൻ വേണം. ഇവിടെ ഞാനാണ് വില്ലൻ. കാലം, കാലക്കേട്, കെട്ടകാലം, കലി തുള്ളുന്ന കാലം, കലാപങ്ങളുടെ കാലം. അപ്പൊ ഗോയ്സ്, ഇതിന്റെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ കാലനാണ് ആന. ആ കാലനെയാണ് എല്ലാവരും കൂടെ കഴുത്ത് മുറുക്കിയിരിക്കുന്നത്. കാലൻ അറിയാതെ കുറേ മരണങ്ങൾ നമ്മുടെ ലോക മഹാരാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കാലൻ പറയുന്നതൊന്നും എനിക്കറിയില്ല. അപ്പോൾ കാലൻ പറയുന്നതെല്ലാം കാലകാലക്കേടാണെന്നാണ്. കാലം ഇനിയും മാറിക്കൊണ്ടിരിക്കെ കാലന്റെ കണക്കിൽ പോലും പെടാത്ത മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഞങ്ങളുടെ നാടകം കാലകാലക്കേട്. അപ്പം നാടകത്തോടുകൂടെ നമ്മുടെ സിന്ദ ആട്ടോളത്തിന് തിരശ്ശീല വീഴുകയാണ്. അപ്പോൾ കൊട്ടി കലാശമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ